ഗുഡ് ഈവനിങ്. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ദേവപ്രയാഗ് റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരുന്നു. ഓക്കെ. ആദർശ് കഴിഞ്ഞ ക്ലാസ്സില് ഡിഫിന്റെ ബാക്കി ഓക്കെ. അപ്പോൾ ഡിവിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇന്നും പഠിക്കാൻ പോകുന്നത്. ഡിവിന് മാത്രമല്ല നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇമേജസ് ആണെങ്കിലും പ്രൊജക്റ്റ് ആണെങ്കിലും എന്തൊരു HTML കണ്ടന്റ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഡിസ്പ്ലേ പ്രോപ്പർട്ടി, അതായത് ഏതൊരു കണ്ടന്റും ആയിക്കോട്ടെ, ഹെഡിങ്സ് ആവാം, പാരഗ്രാഫ് ആവാം, ഇമേജസ് ആവാം, ഡിവ് ആവാം, അങ്ങനെ എന്തൊരു കണ്ടന്റും ആയിക്കോട്ടെ, അതിനെ നമ്മൾ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഓൾറെഡി ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നതെല്ലാം നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. നിങ്ങൾ തന്നെയാണ് ഓരോ കാര്യം വെബ് പേജ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫ്ലെക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഡിസ്പ്ലേ പ്രോപ്പർട്ടിയിൽ തന്നെ നമ്മൾ ഫ്ലെക്സ് ആണ് പഠിക്കുന്നത്. ഫ്ലെക്സ് പഠിക്കുവാണെങ്കിൽ ഫ്ലെക്സിന്റെ കുറെ പ്രോപ്പർട്ടീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെക്സ് തന്നെ ചൂസ് ചെയ്തത്, ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കൊരു ടിപ്പ് വെച്ചിട്ട് തന്നെ എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഞാൻ അതിന് വേണ്ടി ഫസ്റ്റ് ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡിവിന് ഒരു പേര് കൊടുക്കുന്നു. ഡിവ് ക്ലാസ് ഈക്വൽ ടു D1 എന്ന് പറഞ്ഞ് ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. ഈ ഡിവിനുള്ളിൽ മറ്റ് ഡിവിനെയും ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഡിവ്സ് എങ്ങനെ അലൈൻ ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നെക്സ്റ്റ് ഡിവ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡിവ് ക്ലാസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞൊരു ഡിവ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ. എന്നിട്ട് ഈ എ ഡിവിന് ഞാനൊരു ഹെഡിങ് ടാഗിൽ കൊടുക്കുന്നു. H1 ടാഗിൽ കൊടുത്തു 1 എന്ന് കൊടുത്തു. ഓക്കെ. ഇതുപോലെ മറ്റു ഡിവും കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. കുറച്ച് ഡിവ് എനിക്ക് വേണം. ഞാൻ ഒരു 3 അല്ലെങ്കിൽ 4 ഡിവിന് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുവാണ്. 1 2 3 4 അങ്ങനെ 4 ഡിവിന് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഓർക്കുക, D1 എന്ന് പറയുന്ന ഡിവിനുള്ളിലാണ് ഈ 4 ഡിവ് ഇരിക്കുന്നത്. അപ്പോൾ ഓരോ ഡിവിന് ഞാൻ പേര് കൊടുക്കുവാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ ഡിവ് ഉണ്ട്. നെക്സ്റ്റ് ക്ലാസ് ഞാൻ ബി എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. ഈ ബി എന്ന് പറയുന്ന ഡിവ് 2 ആണ്. സോ H1 2 എന്ന് കൊടുത്തു. ദെൻ അടുത്തത് എ എന്ന് പറയുന്ന ഡിവ് തന്നെ ഇരുന്നോട്ടെ. ആ ഡിവിന് ഞാൻ 3 എന്ന് കൊടുക്കുന്നു. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ ഇങ്ങനെ കൊടുക്കുന്നത്. സി എന്ന് പറഞ്ഞ അടുത്ത ഡിവ് ക്രിയേറ്റ് ചെയ്തു. ഇതിലേക്ക് 4 എന്ന് പറഞ്ഞ വാല്യൂ. ഫസ്റ്റ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അതായത് മെയിൻ ഒരു ഡിവ് വേണം. ആ ഡിവിനുള്ളിൽ 4 ചെറിയ ഡിവാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടാം എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് അതിനെ നമുക്ക് വേണ്ട രീതിയിൽ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. എക്സാമ്പിൾ, ഇപ്പൊ കോളം വൈസ് ആണ് നമുക്ക് കിട്ടുന്നത് വിചാരിക്കട്ടെ. ആ കോളം വൈസ് ഉള്ള ഡിവിനെ റോ വൈസ് ആക്കി മാറ്റി നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് എങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടണം എന്ന് നമുക്ക് കിട്ടും. ഇപ്പൊ അതെ ഓട്ടോമാറ്റിക്കലി 1 2 3 4 ഇങ്ങനെ താഴെയാണ് കിട്ടിയത്. ഈ താഴെ വരുന്ന ഡിവിനെ നമുക്ക് നേരെയാക്കി അലൈൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമുക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് ഡിവിനെ ഒന്ന് സ്റ്റൈൽ ചെയ്യാം. എന്നിട്ട് ചെയ്ത് നോക്കാം. Okay. ഞാനിവിടെ ഫസ്റ്റ് D1 എന്ന് പറയുന്ന ഡിവിനെ സ്റ്റൈൽ ചെയ്യുന്നു. നമ്മുടെ മെയിൻ ഡിവ് ഇതിനുള്ളിലല്ലേ ഡിവിന്റെ കണ്ടന്റ് ഇരിക്കുന്നത്. സോ അതിന് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് കൊടുത്തു. എന്നിട്ട് ഈ ഡിവിനുള്ളിലാണ് മറ്റേ ഡിവ് ഇരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഡിവിനും ഒരു ഹൈറ്റ് കൊടുക്കാം. ഫസ്റ്റ് ഡോട്ട് എ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ഹൈറ്റും വിട്ടും 100 പിക്സൽ കൊടുക്കാം. വിട്ട് കൊടുക്കുന്നു. വിട്ടും ഞാനൊരു 100 പിക്സൽ കൊടുക്കുന്നു. ഇതുപോലെ ബി ഡിവ് ക്രിയേറ്റ് ചെയ്യും.
ബി ഡിവിന് വേറൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നു. മെയിൻ ഡിവിനും ഒരു ഹൈറ്റ് എടുത്ത് കൊടുക്കുന്നു. ആ മെയിൻ ഡിവിനുള്ളിൽ വേണം ഈ 1 2 3 4 എന്ന് പറഞ്ഞ 4 ഡിവ് ഇരിക്കാനായിട്ട്. സോ ഇവിടെയും ഹൈറ്റ് 600 പിക്സൽ കൊടുക്കുന്നു, വിട്ടും കൊടുക്കുന്നു. ഇപ്പോൾ ഡിവ് വെച്ചിട്ട് എക്സാമ്പിൾ കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഇമേജ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഇതിന് നമ്മൾ ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിക്കാണ് മാത്രം. Okay. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് 4 ഡിവോ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ? 1 2 3 4 എന്ന് പറഞ്ഞ് 4 ഡിവ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യമേ എങ്ങനെയാണ് ആ ഡിവ് വരുന്നത്? ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരുന്നത് കോളം വൈസ് ആണ് വരുന്നത്. അപ്പൊ ഈ കോളം വൈസ് വരാതെ ഇതുപോലെ ഞാൻ എത്ര ഡിവ് കൊടുത്താലും അത്രയും ഡിവ് എനിക്ക് റോ വൈസ് അല്ലെങ്കിൽ നേരെ കിട്ടണം എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഫ്ലെക്സ് യൂസ് ചെയ്യാം. ഫ്ലെക്സ് യൂസ് ചെയ്ത് നമുക്ക് നേരെയാക്കാം. അപ്പൊ അത് നോക്കാം. ഓക്കെ. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ നോക്കുക, ഈ ഡിവ് ഇത്രയും ഡിവ് എവിടെ ഇരിക്കുന്നത് നോക്കുക. എന്നിട്ട് അവിടെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഫ്ലെക്സ് ഡിസ്പ്ലേ പ്രോപ്പർട്ടി കൊടുക്കാനായിട്ട്. ഇവിടെ ഇരിക്കുന്ന ഇത്രയും ഡിവ് എവിടെ ഇരിക്കുന്നത് പറഞ്ഞേ? ഇത്രയും ഡിവ് എവിടെ ഇരിക്കുന്നത്? ഈ എ ബി ഈ എ ബി പറഞ്ഞ 1 2 3 4 ഡിവ് എവിടെയാണ് ഇരിക്കുന്നത് പറയൂ. D1. യെസ്, D1 എന്ന് പറയുന്ന ഡിവിനാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്പ്ലേ പ്രോപ്പർട്ടി കൊടുക്കേണ്ടത് ആ D1 എന്ന് പറയുന്ന ഡിവിനായിരിക്കണം. അപ്പൊ നിങ്ങളൊരു കാര്യം ഓർക്കുക, മനസ്സിലാക്കി വെക്കുക. നമുക്ക് അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ കണ്ടന്റ് അല്ലെങ്കിൽ ആ ഡിവ് അല്ലെങ്കിൽ ആ ഒരു ഇമേജ് അത് എവിടെ ഇരിക്കുന്നതെന്ന് നോക്കുക. എന്നിട്ട് ആ ഇരിക്കുന്ന സ്ഥലത്ത് വേണം പോയി എന്ത് ചെയ്യാനായിട്ട്? അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ. സോ ഞാൻ ഇവിടെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. D1ലാണ് അത്രയും ഡിവ് ഇരിക്കുന്നത്. സോ ഞാൻ D1 വന്നിട്ട് ഡിസ്പ്ലേ കൊടുക്കുന്നു. ഡിസ്പ്ലേ ഫ്ലെക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ ഫ്ലെക്സ് കൊടുക്കുന്നു. ഓക്കെ. ദെൻ ഫ്ലെക്സ് കൊടുത്താൽ മാത്രമേ ഫ്ലെക്സിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. സോ ഫ്ലെക്സിന്റെ പ്രോപ്പർട്ടി ആയ ഫ്ലെക്സ് ഡയറക്ഷൻ കൊടുക്കും. ഫ്ലെക്സ് ഡയറക്ഷൻ കൊടുക്കും. ഫ്ലെക്സ് ഡയറക്ഷൻ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. റോ, കോളം, റിവേഴ്സ്, കോളം റിവേഴ്സ്, ഇൻലൈൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണും. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് റോ ചെയ്യാം. ഓക്കെ. ഞാനിപ്പോ റോ ആ ചെയ്യുന്നത് വിചാരിക്കുക. അതായത് ഓൾറെഡി കോളം വൈസ് ഇരിക്കുന്ന നമ്മുടെ ഈ ഡീപ്സിനെ ഞാൻ റോ ആക്കി മാറ്റി. റോ ആക്കി മാറ്റുമ്പോൾ നമുക്കത് നേരെ ആയിരിക്കും അലൈൻ ചെയ്തിട്ട്. എന്റെ VS കോഡിന് ചെറിയൊരു അപ്ഡേഷൻ വന്നിരുന്നു. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. ഫ്ലെക്സ് ഡയറക്ഷൻ റോ കൊടുക്കുക. അപ്പോൾ കണ്ടന്റ് നമുക്ക് നേരെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഒന്ന് ചെയ്ത് നോക്കിയേ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇത്രയും കണ്ടന്റ്സ് കൊടുക്കുക. എന്നിട്ട് ഡിസ്പ്ലേ ഫ്ലെക്സ്, ഫ്ലെക്സ് ഡയറക്ഷൻ റോ കൊടുക്കുക. ഒന്ന് ചെയ്ത് നോക്കുക.
നിങ്ങളത് കംപ്ലീറ്റ് ചെയ്തിട്ടൊന്ന് പറയണേ. ആർക്കെങ്കിലും കിട്ടിയോ? കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുക. ഫ്ലെക്സ് ഡയറക്ഷൻ റോ കൊടുക്കുമ്പോൾ ആ എവിടെയാണോ നമ്മൾ ഫ്ലെക്സ് ഡയറക്ഷൻ റോ കൊടുത്തത് അവിടെയുള്ള കണ്ടന്റ്സ് എല്ലാം നമുക്ക് എങ്ങനെ കിട്ടും? റോ വൈസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നത്. റോ മാത്രമല്ല, നിങ്ങൾ റോ ചെയ്ത് നോക്കുക, കോളം ചെയ്ത് നോക്കുക, റോ റിവേഴ്സ്, കോളം റിവേഴ്സ് ഇതെല്ലാം ചെയ്ത് നോക്കുക. അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് ഞാൻ പറയാം. ഓൾറെഡി കോളം ആണെങ്കിൽ നമ്മൾ അതിനെ റോ ആക്കി മാറ്റുമ്പോൾ നമുക്ക് നേരെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. റോ റിവേഴ്സ് ഇട്ട് കൊടുത്താൽ 4 3 2 1 എന്നായിരിക്കും പ്രിന്റ് ചെയ്ത് കിട്ടും. കോളം റിവേഴ്സ് ആണെങ്കിലോ നേരെ തിരിച്ച് 4 3 2 1 എന്ന് തന്നെ കിട്ടും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഫ്ലെക്സ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ പല രീതിയിൽ ഫ്ലെക്സ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുത്തേ. കിട്ടാത്തവരുണ്ടെങ്കിൽ പറയും, അൺമ്യൂട്ട് ചെയ്ത് പറയും. വി എസ് കോഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തായിരുന്നു, അതുകൊണ്ട് എനിക്ക് CSS പ്രോപ്പർട്ടീസ് ഒന്നും വരുന്നില്ല ഇവിടെ. വെർഷന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. നിങ്ങൾ ചെയ്തിട്ട് പറയാം. കിട്ടാത്തവരുണ്ടെങ്കിൽ പറയാം. പക്ഷേ ഈ സംഭവം ഇതിലല്ലോ ഈ യെസ്, D1 കൊടുക്കുക. അത് ആ കണ്ടന്റ് എവിടാണോ കൊടുത്തിരിക്കുന്നത് അവിടെ വേണം കൊടുക്കാനായിട്ട്. ഡിസ്പ്ലേ ഫ്ലെക്സ്. ഓക്കെ ആണോ? കംപ്ലീറ്റ് ചെയ്തോ? എല്ലാവർക്കും കിട്ടി? ഫ്ലെക്സ് ഡയറക്ഷൻ എല്ലാവർക്കും കിട്ടിയോ? ഷഹന, ഹസ്ന എല്ലാരും പറഞ്ഞേ. റോ കൊടുത്തപ്പോഴും കോളം കൊടുത്തപ്പോഴും റിവേഴ്സ് ചെയ്തപ്പോഴും ഉള്ള വ്യത്യാസം മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. ആ, അതൊന്നും വേണ്ട, അതൊന്നും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ആദ്യത്തെ 4 കൊടുത്താൽ മതി. റോ, റോ റിവേഴ്സ്, കോളം, കോളം റിവേഴ്സ്. അത് ചെയ്താൽ മതി. അതിന്റെ ആവശ്യമേ നമുക്ക് വരുത്തുള്ളൂ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത 2 പ്രോപ്പർട്ടീസ് കൂടി പഠിക്കാം. ഇതെല്ലാം നമ്മൾ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തിരിക്കണം. ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്താൽ മാത്രമേ ഫ്ലെക്സിന്റെ ഇത്രയും പ്രോപ്പർട്ടീസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജസ്റ്റിഫൈ കണ്ടന്റ്. ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് കൊടുക്കുക. ജസ്റ്റിഫൈ കണ്ടന്റ്. ജസ്റ്റിഫൈ കണ്ടന്റ് നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കാണും. ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം എന്നൊക്കെ പറഞ്ഞ് മെയിൻലി നമ്മൾ ജസ്റ്റിഫൈ കണ്ടന്റ് സെന്ററിലാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ ഓപ്ഷൻസും ചെയ്ത് നോക്കാം.
അപ്പൊ സെന്ററിൽ കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ മെയിൻ ഡിഫറൻസ് മനസ്സിലാവുന്നത്. ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ കൊടുക്കുക. സെന്റർ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിവ് സെന്ററിലേക്ക് ടോപ്പിൽ സെന്റർ പൊസിഷനിലേക്ക് അലൈൻ ആയിട്ട് വരും. ടോപ്പിൽ തന്നെ സെന്റർ പൊസിഷനിലേക്ക് അലൈൻ ആയിട്ട് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് അലൈൻ ഐറ്റം സെന്റർ. അലൈൻ ഐറ്റം, അതും നമുക്ക് സെന്റർ തന്നെ കൊടുക്കാം. ഈ അലൈൻ ഐറ്റം സെന്റർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഡിബിലല്ലേ നിങ്ങൾ കൊടുത്തിരിക്കുന്നത്, കറക്റ്റ് ആ ഡിബിന്റെ സെന്റർ പോർഷനിലേക്ക് ഡിബ് അലൈൻ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് അലൈൻ ഐറ്റം സെന്റർ യൂസ് ചെയ്യുന്നത്. ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ യൂസ് ചെയ്യുന്നത് ടോപ്പിന് സെന്ററിൽ വരാൻ വേണ്ടി. അലൈൻ ഐറ്റം സെന്റർ എന്ന് പറയുമ്പോൾ ഐറ്റത്തിന്റെ സെന്ററിലേക്ക് വരാൻ വേണ്ടി. എവിടെയാണോ ആ ഡിബ് ഇരിക്കുന്നത് ആ ഇരിക്കുന്ന സ്ഥലത്തിന്റെ സെന്റർ പോർഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അലൈൻ ഐറ്റം സെന്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതും കൂടി ചെയ്ത് നോക്കുക. ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ ആൻഡ് അലൈൻ ഐറ്റം സെന്റർ. ഇപ്പൊ ഉണ്ടാകുന്ന ഡിഫറൻസ് എന്താണെന്നൊന്ന് പറയാൻ. ഓക്കെ, എന്റെ ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ഡിബ് ക്ലോസ് ചെയ്തില്ലായിരുന്നു, അതായത് പ്രശ്നം. അത് അപ്ഡേഷൻ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ടാഗ്സ് വരുന്നില്ല, നമ്മൾ ടൈപ്പ് തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങൾ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. അതായത് സെന്ററിലേക്ക് അലൈൻ ചെയ്തിട്ട് ജസ്റ്റിഫൈ കണ്ടന്റ് കൊടുക്കുമ്പോൾ ടോപ്പിന് സെന്ററിൽ വരും. അലൈൻ ഐറ്റം കൊടുക്കുമ്പോൾ ആ ഐറ്റത്തിന്റെ സെന്ററിലേക്കായിരിക്കും വരുന്നത്. രണ്ടിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റിഫൈ ടോപ്പിൻ സെന്റർ ആണെങ്കിൽ അലൈൻ ഐറ്റം ആ ഒരു പൊസിഷൻ, ആ പൊസിഷൻ എവിടാണോ അതിന്റെ സെന്റർ ആയിട്ട് ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ ഫ്ലെക്സ് റോ ചെയ്ത പോലെ തന്നെ ഫ്ലെക്സ് ഡയറക്ഷൻ കോളം ചെയ്ത് നോക്കുക. അതുപോലെ റോ റിവേഴ്സ് ചെയ്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഞാനിപ്പോ വേറെ വേറെ കളേഴ്സ് കൊണ്ടുണ്ടല്ലോ, എനിക്ക് ഓരോ ഡിപ്പും വേറെ വേറെയാണ് മനസ്സിലായത്. ഇനി എല്ലാം ഒരു കളർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ മനസ്സിലായേനെ. കാര്യം അവിടെ ഗ്യാപ്പ് പോകില്ല, എല്ലാ ഡിപ്പും അടുപ്പിച്ചടുപ്പിച്ചാണ് വെക്കുന്നത് കണ്ടോ. അപ്പൊ ഇതിനിടയ്ക്ക് ഓരോ ഗ്യാപ്പ് വരും. അപ്പൊ ഗ്യാപ്പ് വരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ഗ്യാപ്പ്. അപ്പൊ ഈ ഗ്യാപ്പും ജസ്റ്റിഫൈ കണ്ടന്റ് അലൈൻ ഐറ്റംസ് ഇതെല്ലാം യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തിരിക്കണം. ഫ്ലെക്സ് കൊടുത്താൽ മാത്രമേ ഫ്ലെക്സിന്റെ പ്രോപ്പർട്ടീസ് ആയി ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഞാനൊരു ഗ്യാപ്പും കൂടി കൊടുക്കുവാണ്. എല്ലാ ഡിമ്മിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വേണം. ഗ്യാപ്പ് ഞാനൊരു 30 പിക്സൽ കൊടുക്കും. അപ്പൊ ഡിമ്മിന്റെ ഗ്യാപ്പ് 30 പിക്സൽ ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. അപ്പോ അതുകൊണ്ടാണ്, അതായത് ഫ്ലെക്സ് കൊടുത്താൽ ഫ്ലെക്സിന്റെ ഇത്തരം പ്രോപ്പർട്ടീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലെക്സ് തന്നെ ചൂസ് ചെയ്യുന്നത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ നമുക്ക് ഇൻലൈനോ ബ്ലോക്കോ എന്ത് വേണമെങ്കിലും എടുക്കാം. ബ്ലോക്ക് ആയിട്ട് ഇൻലൈൻ ആയിട്ടൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാറ്. പക്ഷെ ഫ്ലെക്സിന് ഇത്രയും പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഫ്ലെക്സ് തന്നെ ചൂസ് ചെയ്തത്. ഓക്കെ, ഗ്യാപ്പും കൂടി ചെയ്ത് നോക്കാം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നോക്കുക.
കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. വേറൊരു എക്സാമ്പിളും കൂടി ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ പറയാ എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇതുപോലത്തെ തന്നെ വേറൊരു ഡിവ് കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ് വിചാരിക്കുക. ഇതുപോലെ സെയിം വേറൊരു ഡിവ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഡിവിനെ ഞാൻ D2 എന്ന് പേര് കൊടുക്കും. ഓക്കെ. D2 എന്ന് പേര് കൊടുത്തു. അതേ സ്റ്റൈലിൽ തന്നെ D2 ഡോട്ട് D2ന് ഇതേ സ്റ്റൈൽസ് തന്നെ ആകും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ D1ഉം D2ഉം പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ D2 ഇവിടെ താഴെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ താഴെയുള്ള D2ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഈ താഴെയുള്ള D2ഉം സെയിം D1 പോലെ തന്നെയാണ് ഇരിക്കുന്നത്. സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ആ D2നെ നമുക്ക് ഈ റോ വൈസ് അല്ലാതെ കോളം വൈസ് ആക്കി മാറ്റാം. അപ്പൊ എന്ത് ചെയ്താൽ മതി? D2ന്റെ ഡിസ്പ്ലേ ഫ്ലെക്സ് ഡയറക്ഷൻ കോളം കൊടുത്താൽ മതി. അപ്പൊ എന്താ D2ന്റെ ഡയറക്ഷൻസ് കോളമായിട്ട് കണ്ടിരിക്കും. ഓക്കെ. ഓക്കെ. അപ്പൊ കോളമായിട്ടും കൺവേർട്ട് ചെയ്ത് കിട്ടി. കിട്ടിയെന്ന് നോക്കാം. ഈ താഴെയുള്ള ആ ഡിവിനെ ഇവിടെ ഇതിന്റെ കൂടെ തന്നെ റോ ആക്കി മാറ്റുന്നത് മാത്രം പോരാ. ഈ രണ്ട് ഡിവിനും ഒരേ ബാക്ക്ഗ്രൗണ്ടുകളാണ് ബ്ലാക്ക്. സോ അത് റോ ആയാലും നമുക്കത് രണ്ടാണ്. സോ രണ്ടാമത്തെ ഡിവും ഒന്നാമത്തെ ഡിവും തമ്മിൽ ഗ്യാപ്പും കൊടുക്കണം. അത് തമ്മിൽ റോയും ആക്കണം. അപ്പൊ എന്ത് ചെയ്യും? എവിടെ ആയിരിക്കും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്? പറഞ്ഞേ. എവിടെ ചേഞ്ച് ചെയ്താൽ നമ്മുടെ D2 ഡിവ് ഇപ്പുറത്ത് ഈ ഒരു റൈറ്റ് സൈഡ് അല്ലെങ്കിൽ റോ ആയിട്ട് കിട്ടും. ഈ താഴെ കിടക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്താൽ ഇപ്പുറത്തേക്ക് കിട്ടും. പ്ലസ് ഇത് ഇപ്പുറത്തേക്ക് വന്നാൽ മാത്രം പോരാ, ഇപ്പുറത്തേക്ക് വന്നിട്ട് കാര്യമില്ല. രണ്ടും ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഇതുപോലെ ഒരുമിച്ച് നിൽക്കും. അതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് എനിക്കൊരു ഗ്യാപ്പ് കൂടി വേണം. സോ ഞാൻ എന്ത് ചെയ്യും? എത്രയാ പറഞ്ഞേ? എന്ത് ചെയ്യാൻ പറ്റും? ഗ്യാപ്പ് കൊടുത്താൽ പോരെ. എവിടെ ഗ്യാപ്പ് കൊടുക്കും? ഗ്യാപ്പ് കൊടുത്താൽ മാത്രം പോരാ, എനിക്ക് റോയും ആക്കണം. ഈ താഴെ കിടക്കുന്ന ഈ D2നെ എനിക്ക് ഇതിന്റെ കൂടെ ഈ ഒരു ഭാഗത്ത് വരണം, റൈറ്റ് സൈഡിൽ വരണം. എന്ത് ചെയ്യും? ആ, അപ്പൊ രണ്ടും കൂടി ഓക്കെ. തൽക്കാലം എനിക്ക് വേറെ ഡിവ് വേണ്ട. തൽക്കാലം എനിക്ക് വേറെ ഡിവ് വേണ്ട. വേറെ ഡിവ് ഇല്ലാതെ ഞാൻ എങ്ങനെ ചെയ്യും? പറഞ്ഞേ. വേറെ ഡിവ് ഇല്ലാതെ ഈ ഡിവ് വെച്ചിട്ട് ഇത്രയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു ചേഞ്ച് മാത്രം ഇങ്ങനെ വരും. ആർക്കെങ്കിലും പറയാവോ? അറിയാവുന്നവർ പറഞ്ഞോളൂ. എന്താണ്? ഇല്ല, മാർജിൻസും പാഡിങ്ങും ഒന്നും ഇവിടെ യൂസ് ചെയ്യില്ല. അല്ലാതെ തന്നെ എന്ത് ചെയ്യും? ഓക്കെ. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? എവിടുന്നാണ് പൊസിഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ എവിടെ കൊണ്ടാണ് മാറ്റുന്നത്? ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു. അത് എടുത്ത് പറഞ്ഞതിന്റെ കാര്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിരുന്നു. പറഞ്ഞേ. പറയൂ. മാം ഈ രണ്ടാമത്തെ ഡിവ് റൈറ്റ് സൈഡിൽ വേണം. ആ, രണ്ടാമത്തെ ഡിവ് എനിക്ക് റൈറ്റ് സൈഡിൽ വേണം. അതായത് ഇത് കോളമല്ലേ ഇരിക്കുന്നത്. ഈ രണ്ട് ഡിവും കോളത്തിന് പകരം എനിക്ക് റോ ആയിട്ട് നേരെ കിട്ടണം. അല്ല, അത് ദേവപ്രയാഗ് പറഞ്ഞു. രണ്ട് ഡിവ് ഒരു ഡിവിനുള്ളിൽ ഇട്ടിട്ട് ആ ഒരു ഡിവിൽ വന്നിട്ട് മാറ്റി കൊടുത്താൽ മതി. പക്ഷെ എനിക്ക് അങ്ങനെ വേണ്ട. അതല്ലാതെ ഒരു ഐഡിയ ഉണ്ട് ചെയ്യാൻ വേണ്ടി. ഡിവ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ ഒരു ഐഡിയ ഉണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു ഇതിന്റെയൊക്കെ പൊസിഷൻ മാറ്റണമെങ്കിൽ ഇത് എവിടെ ഇരിക്കുന്നത് നോക്കുക. എവിടെ ഇരിക്കുന്നത് നോക്കിയിട്ട് അവിടെ ചെന്നിട്ട് വേണം നമ്മൾ സെർച്ച് ചെയ്യാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എവിടെ ഇരിക്കുന്നത്? യെസ്, ബോഡി ടാഗിനാണ് ഇത്. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ചിന്തിച്ച് നോക്കുക.
കാര്യം ഈ 2 ഡിബും പ്രത്യേകിച്ച് നമ്മുടെ ഡിബിലൊന്നും അല്ല കൊടുത്തേക്കുന്നത്. ഈ ഒരു ബോഡി ടാഗിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുക. അതിനുള്ളിലാണ് ഈ 2 ഡിബ് ഇരിക്കുന്നത്. അല്ലാതെ വേറൊരു ഡിബും ഇല്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ 2 ഡിബിന്റെയും കോമൺ ആയിട്ട് ഒരു ഡിബ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ വേണ്ടി ചേഞ്ച് ചെയ്യാം. പക്ഷെ നമുക്ക് അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു. സോ അങ്ങനെ അല്ലെങ്കിൽ പിന്നുള്ളൊരു ഓപ്ഷൻ ബോഡി ടാഗ് ആണ്. സോ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ബോഡി ടാഗ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ബോഡി ടാഗിൽ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുക. ഫ്ലെക്സ് ഡയറക്ഷൻ റോ ആണ് വേണ്ടത്. സോ ഫ്ലെക്സ് ഡയറക്ഷൻ റോ കൊടുക്കുക. ഫ്ലെക്സ് ഡയറക്ഷൻ റോ കൊടുത്താൽ മാത്രം പോരാ, അത് തമ്മിൽ ഒരു ഗ്യാപ്പ് വേണം. സോ ഗ്യാപ്പ് ഇല്ലെങ്കിൽ എന്താണ് വ്യത്യാസം എന്ന് കാണിച്ചു. കണ്ടോ 2 ഡിവും ഇങ്ങനെ. സെക്കൻഡ് ഡിവ് ഞാൻ ഓൾറെഡി കോളം കൊടുത്തോണ്ടാണ് ഇങ്ങനെ. ബോഡി ടാഗിനുള്ളിലുള്ളതാണ് എന്തൊക്കെ ഈ H1 ടാഗ്, ആദ്യത്തെ ഡിവ്, രണ്ടാമത്തെ ഡിവ്. സോ അതുകൊണ്ടാണ് ഈ H1 ഉൾപ്പെടെ നമുക്ക് ഇതുപോലെ റോ കോളമായിട്ട് കിട്ടി, സോറി റോ ആയിട്ട് കിട്ടിയത്. എന്തൊക്കെ കണ്ടന്റ് ബോഡിയിലുണ്ടോ അതെല്ലാം ഇതുപോലെ റോ ആയിട്ട് വരും. സോ ഗ്യാപ്പ് വേണേൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഗ്യാപ്പ് കൊടുക്കും. ഗ്യാപ്പ് ഞാൻ 20 പിക്സലാണ് കൊടുക്കുന്നതെങ്കിൽ എത്ര കണ്ടന്റ് ഉണ്ടോ അത്രയും കണ്ടന്റ് റോ ആയിട്ട് വരും. അതല്ലാതെ ഗ്യാപ്പും വരും അതിന്റെ ഇടയ്ക്ക്. 20 പിക്സൽ ഗ്യാപ്പ് ഉൾപ്പെടെ ഇവിടെ വരും. കണ്ടോ ഡിസ്പ്ലേ ഫ്ലെക്സ് അതൊരു H1 കൊടുത്തോണ്ടാണ് അത് ആദ്യം കൊളുത്തി റോയിൽ വന്നത്. പിന്നെ ആദ്യത്തെ ഡിപ്പ്, രണ്ടാമത്തെ ഡിപ്പ്, പിന്നെ എല്ലാത്തിന്റെ ഇടയ്ക്ക് ഒരു 20 പിക്സൽ ഗ്യാപ്പ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? എങ്ങനെയാണ് കണ്ടന്റ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ? ഓക്കെ. ഈ ബോഡി ടാഗിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം എന്ത് ചെയ്യും, ഈ റോ ആയിട്ട് തന്നെ വരും. കാര്യം എന്താ, നമ്മൾ കൊടുത്തതുകൊണ്ട്. ഞാനിപ്പോ 2 പ്രാവശ്യം കൂടി കൊടുത്തെന്ന് വിചാരിക്കുക. റൺ ചെയ്ത് നോക്കുമ്പോൾ ഇതെല്ലാം എന്ത് എങ്ങനെ വരും, റോ ആയിട്ട് വരും. കാര്യം ബോഡി ടാഗിനുള്ളിലാണ് നമ്മൾ ഫ്ലെക്സ് ഡയറക്ഷൻ റോ കൊടുത്തത്. സോ എന്തൊക്കെയുണ്ടോ അതെല്ലാം റോ ആയിട്ട് വരികയും ചെയ്യും, ഗ്യാപ്പ് വരും. ഓക്കെ അല്ലേ? ചെയ്ത് നോക്കുക. ഈ ഒരു കൺസെപ്റ്റ് എത്ര ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റും ഇനിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ ഫ്ലെക്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പോലും നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഉം.
ഓക്കെ ആണോ? കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ ആണോ? ഫ്ലെക്സിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ മനസ്സിലായെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു അത് ഡിവ് യൂസ് ചെയ്ത് ചെയ്യേണ്ടതാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ യൂസ് ചെയ്ത ക്ലാസ്സാണ്. നിങ്ങൾ അത് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തോ. നിങ്ങൾക്ക് നിങ്ങൾ എവിടെയും റെഫർ ചെയ്യരുത്. നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങളിപ്പോൾ പഠിച്ച ക്ലാസ് എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എവിടെയും റെഫർ ചെയ്യരുത്. തന്നെ ചെയ്യും. ഓക്കെ. മിസ് ചെയ്തില്ലേ? അത് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ആ ഒരു ഫോട്ടോ നോക്കുക. അത് കണ്ടിട്ട് എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് ചെയ്യുക. ഇപ്പൊ യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അത് ചെയ്യാനില്ല, നേരത്തെ അത് റോ മാത്രം കൊടുത്താൽ മതി. പിന്നെ ടാപ്പ് കൊടുക്കുക. അത് സ്റ്റൈലിൽ കൊടുത്താൽ മതി. സ്റ്റൈൽ കോഡ് കാണിക്കാം. ഇതുപോലെ തന്നെയാണോ കൊടുത്തേന്ന് നോക്കണേ. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇല്ലാതെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ആവാം. എന്നിട്ട് നിങ്ങൾ അത് ചെയ്ത് ഗ്രൂപ്പിൽ സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.